ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീട് തിരികെ കിട്ടിയതിന്റെ ആശ്വാസത്തിൽ ശാരദയും മക്കളും സുജാതയോടും വിനീതിനോടും യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങുകയാ. രാധമ്മയും പോവാനിറങ്ങിയത് കാണാൻ സുജാത ദേഷ്യത്തോടെ ഇവര് തിരക്കിട്ടിറങ്ങി പോകുന്നത് മനസ്സിലാക്കാം. നിങ്ങളിത് എങ്ങോട്ടാ അമ്മയെ തിരക്കിട്ടിറങ്ങി പോകുന്നേ എന്ന് ചോദിക്കേ അരവിന്ദന്റെ കുടുംബത്തിനൊപ്പമല്ലേ ഞാൻ എന്നും നിന്നിട്ടുള്ളൂ എന്ന് അമ്മയും ചോദിക്കുകയാ. അതിനിപ്പോ എന്താ, ഇനിയുള്ള കാലം എന്റെ കൂടെ നിന്നൂടെ? ഞാനല്ലേ മോളെന്ന് സുജാത ചോദിക്കെ ആ ബോധം നിനക്കൂടി വേണ്ടതായിരുന്നു. പ്രസവിച്ചതല്ലെങ്കിലും ശാരദ എനിക്ക് കിട്ടിയ ഭാഗ്യമാടി. ഇപ്പോഴാണെങ്കിൽ നിന്നെ പെറ്റതോർത്ത് സങ്കടപ്പെടാറുമുണ്ട് എന്നച്ചമ്മ പറഞ്ഞു നിർത്തുമ്പോഴേക്കും കാവേരിയും കൈയടിച്ചുകൊണ്ട് അടിപൊളി, ഈ പറഞ്ഞതിന് രാധമ്മയ്ക്ക് എന്റെ വക ഒരു കുതിരപ്പവൻ എന്ന് പറയേ സുജാതയും അതിഷ്ടമാവാതെ കുതിരപ്പവനോ? നിങ്ങൾ ഇവരുടെ കൂടെ പോയാ പട്ടിണി കിടന്ന് ചാവേണ്ടി വരും തള്ളേ. ഇവിടെയാണെങ്കിലേ ഉള്ള കഞ്ഞി വെള്ളവും കുടിച്ചോണ്ട് കിടക്കാം എന്ന് പറയേ അങ്ങനെ ചാവുന്നെങ്കിൽ ചാവട്ടടി, മനസ്സ് നൊന്ത് ചാവുന്നതിലും ഭേദമല്ലേ പട്ടിണി കിടന്ന് ചാവുന്നത് എന്ന് രാധമ്മയും ചോദിക്കുകയാ. അങ്ങനെ ഞങ്ങള് രാധമ്മയെ പട്ടിണി കിടക്കാൻ വിടൂ, ഞങ്ങളുടെ മുത്തല്ലേ എന്ന് അച്ചമ്മയെ കൊഞ്ചിച്ചുകൊണ്ട് കാവേരി പറയേ. ഒന്ന് വാ കാവേരി ചേച്ചി എന്ന് നില വിളിക്കുകയാ. അങ്ങനെ അവർ പെട്ടിയും ബാഗും എടുത്ത് അവിടുന്ന് പടിയിറങ്ങുമ്പോഴേക്കും കൂടെ പോകാനൊരുങ്ങിയ വിനീതിനോടായി സുജാതയും ദേഷ്യത്തോടെ നീ എങ്ങോട്ടാടാ? നീയും അവരുടെ കൂടെ പൊറുതി തുടങ്ങാൻ പോവാണോ എന്ന് ചോദിക്കേ. അമ്മേ, ഞാൻ അവരെ ഗേറ്റ് വരെ കൊണ്ടാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് വിനീത് സിറ്റ് ഔട്ടിലേക്ക് പോവുകയാ. പുറകിലായി ബാഗും പിടിച്ച് നടന്നു പോവുകയായിരുന്ന ഗംഗയോടായി വിനീത് ബാഗ് വാങ്ങിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും വേണ്ട ഞാൻ എടുത്തോളാമെന്ന് ഗംഗ പറയുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് തരാനെന്ന് പറഞ്ഞ് വിനീത് അത് പിടിച്ചു വാങ്ങിക്കുകയാ. സിറ്റ് ഔട്ടിലേക്ക് എത്തിയ സുജാതയും അവർ പടി ഇറങ്ങി പോകുന്നത് നോക്കി നിൽപ്പാ. അപ്പോഴാണ് യമുന അയ്യോ ഞാനൊരു കാര്യം മറന്നു, നിങ്ങൾ നിൽക്ക് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് സിറ്റ് ഔട്ടിലേക്ക് ചെന്ന് അമ്മായിയെ വിളിച്ച് അമ്മായി ദേ ഇത് അമ്മായിയുടെ വകയെന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ ചുരുട്ടി പിടിച്ച ആ തുണി അമ്മായിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാ. എനിക്ക് നിലം തുടയ്ക്കാൻ തന്നതാ, അമ്മായിക്ക് ഇനി ഒരുപാട് ആവശ്യം വരും. ഇപ്പോഴത്തെ ഈ കയ്യിലിരിപ്പ് ഇതുപോലെ തന്നെ കൊണ്ടുപോകാനാണ് ഉദ്ദേശമെങ്കിൽ ഇവിടെ വന്നു കയറുന്ന പെൺകുട്ടി തറ മുതൽ വാഷ്റൂം വരെ നിങ്ങളെ കൊണ്ടങ്ങ് കഴുകിക്കും എന്നൊക്കെ കളിയാക്കുന്നത് കേൾക്കെ സുജാതയും ദേഷ്യത്തോടെ ഡി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും യമുന നിർത്താൻ ഭാവമില്ലായിരുന്നു. എന്നിട്ട് അമ്മായി കുറച്ചു മുന്നേ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, 4 നേരം അത് അമ്മായിക്ക് അങ്ങോട്ട് പറഞ്ഞു തരും. വല്ലതും വെട്ടി വിഴുങ്ങണമെന്നുണ്ടെങ്കിലേ എന്തേലും ജോലി ചെയ്യണമെന്ന്. അപ്പോ മരുമോള് പറയുന്നതൊക്കെ അങ്ങ് ചെയ്തോണം കേട്ടോ. അപ്പൊ പോട്ടെ അമ്മായി, അമ്മായിയുടെ പ്രാർത്ഥനകളിൽ എന്നും ഓർക്കണം കേട്ടോ ഞങ്ങളെ. ബൈ എന്ന് പറഞ്ഞ് മുറ്റത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്നവരുടെ അരികിലേക്ക് എത്തി. പോവാം എന്ന് ചോദിക്കുമ്പോഴേക്കും എന്താടീന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. ഒരു സാധനം തിരിച്ചു കൊടുക്കാൻ മറന്നായിരുന്നെന്ന് യമുന പറയെ. കൊടുത്തു എന്നിട്ടെന്ന് അമ്മയും. അവളും ചിരിയോടെ പിന്നെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ തന്നെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലേ അവിടെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റില്ലായിരുന്നു എന്ന് പറയെ. എന്ത് സാധനാന്ന് അമ്മയും ചോദിക്കുക. അതൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് പറയാമെന്ന് യമുന പറയെ. അത് സമ്മതിച്ച് ശാരദ ബാഗുമായി നടക്കാൻ തുടങ്ങുകയാ. യമുന ചിരിയോടെ കാവേരിയെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുമ്പോഴേക്കും അവൾ അമ്മായിക്കിട്ടൊരു ഡോസ് കൊടുത്തതാണെന്ന് മനസ്സിലായ കാവേരിയും ചിരിയോടെ നടന്നു നീങ്ങുകയാ. വിനീത് ടെൻഷനോടെ അവർ പോകുന്നത് നോക്കി നിൽക്കെ സുജാതയും യമുന തന്ന ആ ഗിഫ്റ്റ് ദേഷ്യത്തോടെ നിലത്തേക്ക് വലിച്ചെറിയുകയാ. അങ്ങനെ അവരെല്ലാം സന്തോഷത്തോടെ നടന്ന് സ്നേഹതീരത്തെത്തുമ്പോഴേക്കും മനസ്സ് നിറഞ്ഞ് തങ്ങളുടെ അച്ഛനുണ്ടാക്കിയ ആ വീട് നോക്കി നിൽക്കെ കേറി വാ എന്ന് അച്ഛൻ ചിരിയോടെ വിളിക്കുന്നതായി അവർക്ക് തോന്നുകയാ. സന്തോഷത്തോടെ ഒരു നിമിഷം നോക്കി നിന്ന് അവരാ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ എത്തിയ ബാങ്കിലെ ജീവനക്കാരും മുൻവശത്തെ ഡോറിൽ പതിച്ച ആ നോട്ടീസെല്ലാം പറിച്ചു മാറ്റി അതിന്റെ ലോക്ക് തുറന്നു കൊടുക്കുകയാ. കാവേരിയും കൂട്ടരും അങ്ങോട്ടെത്തുമ്പോഴേക്കും അവരാ താക്കോൽ തിരികെ നൽകി അവിടെ നിറങ്ങി പോവുകയാ. എല്ലാവരും സന്തോഷത്തോടെ ലിവിംഗ് റൂമിലേക്ക് കയറുമ്പോഴേക്കും അവിടെ അച്ഛന്റെ മാല ഇട്ട് വെച്ച ഫോട്ടോ കാണാൻ നിളയും അങ്ങോട്ട് ഓടിച്ചെന്ന് അച്ഛാ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി എന്ന് പറയേ അമ്മയും ചേച്ചിമാരും അച്ഛമ്മയും അങ്ങോട്ടെത്തുന്നുണ്ട്. ശാരദയും കണ്ണു നിറഞ്ഞ് സങ്കടത്തോടെ നോക്കിക്കൊണ്ട് തന്റെ സാരി തലപ്പ് കൊണ്ട് ആ ഫോട്ടോയിലെ പൊടിയെല്ലാം തുടച്ചു മാറ്റിക്കൊണ്ട് എവിടെയാ ഇപ്പോ? എവിടെങ്കിലും ഇരുന്ന് ഇവിടെ നടക്കുന്നതൊക്കെ കാണുന്നുണ്ടോ? ഇവിടെ എന്തൊക്കെയാ നടന്നേന്നറിയോ? അരവിന്ദേട്ടൻ പോയതിനു പിന്നാലെ നമ്മുടെ വീട് ജപ്തിയായി. അത് തിരിച്ചെടുക്കാൻ ഗംഗയുടെ ആഭരണങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. ഇനി ഗംഗയ്ക്ക് ഒരു ആലോചന വന്ന എന്തെടുത്തു കൊടുക്കുമെന്ന് എനിക്കറിയില്ല. കളക്ടറായി കഴിയുമ്പോ യമുനയുടെ വീട്ടിൽ പോയി താമസിക്കാമെന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് അടുത്ത നേരം എങ്ങനെ ഭക്ഷണം കൊടുക്കാമെന്ന് എനിക്കറിയില്ല അരവിന്ദേട്ട എന്നമ്മ കരഞ്ഞു പറയുന്നത് കാണേ അമ്മേ എന്താ ഇത്? അച്ഛൻ നമ്മുടെ കൂടെ തന്നെ ഇല്ലേ? അച്ഛൻ എന്തിനമ്മ ഇതൊക്കെ പറഞ്ഞു വിഷമിപ്പിക്കുന്നത് എന്ന് കാവേരി ചോദിക്കെ. ഞങ്ങളൊക്കെ ആൺകുട്ടികളായിരുന്നെങ്കിൽ അമ്മയ്ക്ക് വിഷമവും ആശങ്കകളും ഒക്കെ ഉണ്ടാവുമായിരുന്നോ എന്ന് ഗംഗയും ചോദിക്കുകയാ. അതിന് നിങ്ങളാരും ആൺകുട്ടികളല്ലല്ലോ മക്കളെ എന്ന് അമ്മ ചോദിക്കെ. ആൺകുട്ടികളല്ലെങ്കിൽ എന്താ അമ്മയെ കുഴപ്പം? പെൺകുട്ടികളെ സ്വത്തായിട്ട് കാണണമെന്നല്ലേ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് കാവേരിയും ചോദിക്കുകയാ. നമുക്ക് മുന്നോട്ട് പോവണ്ടടി, യമുനയുടെയും നിളയുടെയും പഠിപ്പ് തുടരണ്ടേ? പഠിത്തം കഴിഞ്ഞ് നിളയ്ക്കൊരു ജോലിയൊക്കെ ആവണമെങ്കിൽ എത്ര വർഷം കഴിയണം എന്ന് പറഞ്ഞമ്മ നിളയെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും അതിനെന്താ അമ്മേ, ഒന്നും ചെയ്തു വെക്കാതെയാണോ അച്ഛൻ പോയത്? എന്നെ പഠിപ്പിച്ചില്ലേ, ഞാൻ ഇനിയൊരു ജോലിക്ക് ശ്രമിക്കാം. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ? യമുനയെ നമുക്ക് കളക്ടറാക്കാം, നിളയെ തുടർന്ന് പഠിപ്പിക്കാം എന്ന് കാവേരിയും ആത്മവിശ്വാസത്തോടെ പറയുകയാ.
കുട്ടികൾക്ക് ഗംഗയും തയ്ച്ച കാലുവേദന വരും. എന്റെ കുട്ടി എപ്പോഴും എന്തിനാ ഇങ്ങനെ നടുവ് പൊട്ടി ജോലി ചെയ്യുന്നതെന്ന് അച്ഛൻ പറഞ്ഞോണ്ടാ ഞാൻ തയ്യൽ നിർത്തിയത്. ഇനി ഞാൻ തയ്ക്കാൻ പോവാം അമ്മേ. നേരം വെട്ടമാവുമ്പോ മുതല് പാതിരാത്രി വരെ തയ്ക്കണം. തയ്ച്ചാ പണം വരുമല്ലോ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടക്കും. അച്ഛനെ പോയിട്ടുള്ളൂ അമ്മേ, അച്ഛൻ നമുക്ക് തന്ന സ്വപ്നങ്ങളൊന്നും പോയിട്ടില്ല എന്ന് ഗംഗയും ആത്മവിശ്വാസത്തോടെ പറയേ. എന്നിട്ടാണോ അമ്മ ഞങ്ങളുടെ അടുത്ത നേരത്തെ ഭക്ഷണത്തെ പറ്റി ഓർത്ത് സങ്കടപ്പെടുന്നത് എന്ന് കാവേരിയും ചോദിക്കുകയാ. എല്ലാവരും അമ്മയെ ചിരിപ്പിക്കാനായി ശ്രമിക്കുമ്പോഴേക്കും ശാരദയും സമാധാനത്തോടെ കണ്ണു നിറഞ്ഞു പുഞ്ചിരിക്കുകയാ. പിന്നീട് ലിവിംഗ് റൂമിൽ ഒന്നിച്ചിരിക്കുന്നതിനിടെ യമുന അമ്മയോടായി പറയുന്നുണ്ട്, അമ്മേ, അച്ഛന്റെ സ്വപ്നം പോലെ ഞാനൊരു കളക്ടറാവും. അമ്മ വിചാരിക്കുന്നത് പോലെ വലിയ ചെലവൊന്നും ആകില്ല. കൂടുതൽ വരുമാനം വേണമെങ്കിൽ പഠിത്തത്തിനൊപ്പം ഞാൻ ടീ എസ്റ്റേറ്റിൽ ജോലിക്ക് പോവാം. അതുമല്ലെങ്കിൽ ഞാൻ ട്യൂഷൻ എടുക്കാം. ഞാനിപ്പോ കാണാറുള്ള ഒരേ ഒരു സ്വപ്നം കളക്ടർ ബംഗ്ലാവിന്റെ മട്ടുപ്പാവില് ഞാൻ നിൽക്കുന്നതാ. അവിടെ നിന്ന് താഴെ കാണുന്ന ലോകത്തോട് മുഴുവൻ ഞാൻ വിളിച്ചു പറയും, എന്റെ അച്ഛൻ കണ്ട സ്വപ്നമായി ഇതെന്ന്. അന്ന് നിങ്ങൾ എല്ലാരും എന്റെ കൂടെ ഉണ്ടാവണം. അച്ഛൻ കൂടെയില്ലെങ്കിലും അച്ഛന്റെ സ്വപ്നങ്ങളിലല്ലേ അമ്മേ നമ്മൾ അവിടം വരെ ചെന്ന് കയറേണ്ടത് എന്ന് യമുന പറയുന്നത് കേൾക്കെ, അമ്മേ, എനിക്ക് ഇങ്ങനെയൊന്നും പറയാൻ അറിയില്ല. ഞാനിനി കുസൃതിയൊന്നും കാണിക്കില്ലെന്നേ എനിക്ക് പറയാൻ അറിയുള്ളൂ. പഠിക്കാനൊന്നും ഞാൻ ഇനി മടി കാണിക്കില്ല. സ്കൂളിലൊക്കെ ഞാൻ കൃത്യമായിട്ട് പോയിക്കോളാം. പഠിക്കുന്നില്ല എന്നും പറഞ്ഞ് ഇനി അമ്മേനെ കൊണ്ട് വഴക്കും പറയിപ്പിക്കില്ല. മിഠായിയോ ചോക്ലേറ്റോ പുതിയ ഡ്രസ്സോ ഒന്നും വാങ്ങിത്തരാൻ പറഞ്ഞ് ഞാൻ ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ നല്ല കുട്ടിയായിരുന്നോളാം അമ്മയെന്ന് നിളയും പറയുന്നത് കേൾക്കെ അവളെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ ഒരു ഉമ്മ കൊടുക്കുകയാ. അവിടെ ഗീതയുടെ മകൾ പൊന്നുവിനെ സിറ്റൗട്ടിലിരുന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കുക സുജാത. ഗീത ടെൻഷനോടെ സിറ്റൗട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാ. അവൾ ദേഷ്യത്തോടെ അമ്മയോടായി. അമ്മ ആ കൊച്ചിന്റെ വായിലേക്ക് നോക്കിയിരിക്കാതെ കാര്യമായിട്ടൊന്ന് ആലോചിക്കുന്ന പറയെ, എന്തു വാടിന്ന് സുജാതയും. കുന്തം കുളു മണാലിയിൽ ടൂറിന് വന്നതുപോലെ എന്റെ അമ്മാവന്റെ മക്കള് ഒരു സുഖവാസമൊക്കെ കഴിഞ്ഞ് പൊടിയും തട്ടി പോയില്ലേന്ന് എന്ന് ഗീത ചോദിക്കെ, എടി അതിനെനിക്ക് അവരെ പിടിച്ചു നിർത്താൻ പറ്റൂ എന്ന് സുജാതയും. ഇങ്ങോട്ട് വന്നപ്പോഴും അമ്മ പിടിച്ചു നിർത്തിയതൊന്നുമില്ലല്ലോ. വാതില് തുറന്ന് മലർത്തി ഇട്ടുകൊടുത്തു. തോന്നുന്നവർക്കൊക്കെ കയറി ഇറങ്ങാൻ ഇതെന്താ സത്രമോ? ഞാനിനി ദാസേട്ടന്റെയും സ്വർണ്ണമ്മയുടെയും മുഖത്ത് എങ്ങനെ നോക്കും? അവരെ ഇവിടെ കയറ്റി താമസിപ്പിക്കാനും സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഒക്കെ വാദിക്കുന്നൊരു വക്കീൽ ഇവിടെ ഇല്ലായിരുന്നു. അവനോട് പറയാൻ പാടില്ലായിരുന്നു അത്ര പെട്ടെന്നൊന്നും അവരെ വിടാൻ പറ്റത്തില്ലെന്ന് എന്നവൾ ചോദിക്കെ, അതിനൊക്കെ ഒരു ന്യായം വേണ്ടടി എന്ന അമ്മയും. ന്യായമെന്ന് വെച്ചാ എന്ന് പറഞ്ഞ് ആലോചനയോടെ അവരെ ഇവിടെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായി രേഖയുണ്ടാക്കണമായിരുന്നു എന്ന് ഗീത ഒരു പോംവഴി പറഞ്ഞു കൊടുക്കെ, അതിനാണേൽ ഇനിയും സമയമുണ്ട് എന്നമ്മ പറയെ. എന്താമ്മേ പറ എന്ന് സന്തോഷത്തോടെ ഗീതയും. നിന്റെ വലിയ പൂപ്പന്റെ വെള്ളിക്കിണ്ടി കട്ടോണ്ട് പോയെന്ന് പറഞ്ഞാൽ മതി. പരിഹരിക്കാൻ പറ്റാത്ത നാശനഷ്ടമുണ്ടാക്കാൻ കൊച്ചി രാജാവിന്റെ കൊട്ടാരമാണല്ലോ ഇത്. ഇനി എന്തെങ്കിലും ഒരു നുണ പറഞ്ഞ് പാലിപ്പിക്കാന്ന് വെച്ചാ നിന്റെ അനിയൻ അവരുടെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം ഒന്നും നടക്കില്ല എന്നമ്മയും തീർത്തു പറയുകയാ. അരവിന്ദൻ അമ്മാവൻ മരിച്ചു എന്നല്ലേ ഉള്ളൂ. അവര് വീണ്ടും ഗൾഫുകാരൻ അരവിന്ദന്റെ മക്കളായില്ലേ അമ്മേ. ആ വീടിന് തന്നെ കോടികൾ വില വരും. അതവര് തിരിച്ചു പിടിച്ചില്ലേ. ജയപാലിനെ കാണാൻ പോയ ശേഷം അവർ വീടിന്റെ കടങ്ങളെല്ലാം തിരിച്ചടച്ചത് എന്ന് ഗീത ഓർമ്മിപ്പിക്കെ, അതെ എന്ന് അമ്മയും. അങ്ങനെയാണെങ്കിൽ എന്റെ സംശയം ശരിയാ. അരവിന്ദൻ അമ്മാവന്റെ സമ്പാദ്യം മുഴുവൻ ജയപാലന്റെ കയ്യിലുണ്ട്. അതിന്റെ ഒരംശം മാത്രമാ ഇപ്പോ ആ വീട് തിരിച്ചെടുക്കാൻ മുടക്കിയിരിക്കുന്നത്. ബാക്കിയുള്ളത് കൂടി അവര് പുറത്തിറക്കി കഴിഞ്ഞാൽ ഈ പുഷ്പവാടി മുഴുവൻ അവര് വിലയ്ക്ക് വാങ്ങും. ഇന്ന് അമ്മയെ പഴന്തുണി കാട്ടി പരിഹസിച്ചവളുണ്ടല്ലോ, അവള് കളക്ടർ കൂടി ആയി കഴിഞ്ഞാലേ എന്തൊക്കെയാ വീശി കാണിക്കുന്നതെന്ന് ദൈവത്തിനറിയാം എന്ന് ഗീത പറയുന്നത് കേൾക്കെ, അതൊക്കെ ദൈവത്തിന് മാത്രമല്ല എനിക്ക് കൂടി അറിയാടി. ഇതൊന്നും ആലോചിക്കാതെ ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്നാണോ നീ കരുതിയിരിക്കുന്നത്? ഇതിനേക്കാൾ ഉയരത്തിൽ പറന്നവളാണ് ഗംഗ. സമ്മാനം വാങ്ങാൻ അവള് നിലത്തേക്ക് ഇറങ്ങി വന്നില്ലേ, അതുപോലെ ഓരോരുത്തരെയായി ദൈവം എന്റെ മുന്നിലെത്തിക്കും. നീ കണ്ടോ എന്ന് സുജാതയും ഉറപ്പിച്ചു പറയുകയാണ്. അവിടെ ശാരദയും മക്കളും അടുക്കള ജോലിയിലായിരുന്നു. യമുന അമ്മയോടായി പറയുന്നുണ്ട്, ശരിക്കും ഒരു പറക്കും തളികയിൽ ഇരിക്കുന്ന പോലെ ആയിരുന്നമ്മേ. വണ്ടി മുന്നോട്ടെടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അതിന്റെ സ്പീഡ് കണ്ടപ്പോ എന്റെ പാതി ബോധം കൂടി പോയമ്മേ എന്ന് പറയേ. എന്നിട്ട് നീ എങ്ങനെ അവിടെ നിളയുടെ കാര്യം നോക്കിയത് എന്ന് അമ്മയും ചോദിക്കുകയാണ്. അതല്ലേ രസം. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സകല ദൈവങ്ങളെയും ധ്യാനിച്ച് ഒറ്റ ഇരിപ്പ. എന്നിട്ടും നമ്മുടെ റോഡിന്റെ കുണ്ടും കുഴിയും ഒരു കുലുക്കം പോലും ഞാൻ അറിഞ്ഞില്ല. സംശയം തോന്നും ഇനി വണ്ടി ഓടുന്നുണ്ടോന്ന്. പിടിച്ചിട്ട് ഒരു കണ്ണ് ഞാനൊന്ന് തുറന്നു നോക്കും. പൊതാ ട്രാഫിക് ലൈറ്റ്സ് ഒക്കെ പല കളറിലെ മുന്നോട്ടും പിന്നോട്ടും ഒക്കെ പറന്നു പോകുന്നത് കാണാം. മിൽക്കി വെയില് സ്റ്റാർസ് ഒക്കെ മൂവ് ചെയ്യില്ലേ, അതുപോലെ. നീ യമുന പറഞ്ഞു നിർത്തേ. എന്നിട്ട് നീ എങ്ങനെയാ ഹോസ്പിറ്റലിലെത്തിയ കാര്യം അറിഞ്ഞതെന്ന് ഗംഗയും. സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞതേ ഇല്ല. അറ്റൻഡർ എന്നാരോ വിളിക്കുന്നത് ആദ്യ ബോധത്തിൽ ഞാൻ കേട്ടു. പിന്നെ വണ്ടിയുടെ ഡോർ തുറക്കുന്ന ശബ്ദവും. ഞാൻ നോക്കുമ്പോ അറ്റൻഡർമാർ ചേർന്ന് നിളയെ എന്റെ കയ്യിൽ നിന്നെടുത്ത് സ്ട്രെച്ചറിലോട്ട് മാറ്റി കിടത്തുന്നു. അപ്പോഴത്തേക്കും എന്റെ എല്ലാ ബോധവും തിരികെ വന്നു. ഞാൻ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഒറ്റച്ചാട്ടം. ഞാൻ ഇറങ്ങാൻ കാത്തു നിന്ന പോലെ വണ്ടി അങ്ങ് പാഞ്ഞു പോവുകയും ചെയ്തു എന്നവൾ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് കാവേരിയും. എന്നിട്ടൊരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ലെന്ന് ഗംഗ ചോദിക്കെ, അയാൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് തോന്നി. സത്യം പറഞ്ഞ എനിക്ക് അയാൾ മുഖം തന്നതുപോലുമില്ല. ഒരു നന്ദിയോ കടപ്പാടോ ഒന്നും നാളത്തേക്ക് വെക്കണ്ടെന്ന് അയാൾക്ക് ഇപ്പോഴേ ഒരു തീർച്ചയുള്ളതുപോലെ എന്ന് യമുന പറയേ. നിന്റെ നിളയുടെയും
പേര് പോലും അയാൾ ചോദിച്ചില്ലേ എന്ന് ഗംഗയും. ഇല്ലെന്നേ, ഒരാപത്താണെന്ന് മനസ്സിലാക്കി ഞങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. സംസാരിക്കുകയോ പരിചയപ്പെടുകയോ ചെയ്യണമായിരുന്നെങ്കിൽ അയാൾക്ക് അതിനിടയിലാവാമായിരുന്നല്ലോ. പക്ഷേ തനിക്ക് ചെയ്യേണ്ട ജോലി എന്താണെന്ന് കൃത്യമായ ധാരണയുള്ള ഒരാളെ പോലെയാ അയാൾ ഞങ്ങളോട് പെരുമാറിയത്. യമുന പറഞ്ഞു നിർത്തുമ്പോഴേക്കും ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ടാവുമെന്നല്ലേ. നമ്മുടെ നിളയുടെ രക്ഷയ്ക്ക് ഈ മലമൂട്ടിൽ ദൈവം കൊണ്ടുവന്ന് എത്തിച്ചതാവും ആ പയ്യനെ എന്നമ്മയും ആശ്വാസത്തോടെ പറയേ, എനിക്ക് ഈ പറഞ്ഞതിലൊക്കെ ചില സംശയങ്ങളുണ്ടമ്മ എന്ന് പറയുന്ന കാവേരിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിളയെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും വീട് ഇന്നു തന്നെ തുറന്നു തരണമെന്ന് ബാങ്കുകാരോട് പറഞ്ഞതും ഒരാളാണെങ്കിലോ എന്ന് കാവേരി ഗംഗയോടായി ചോദിക്കുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.